നല്ല ചുറുചുറുക്കോടെ നടന്ന പയ്യനാണ്. പക്ഷെ പെട്ടെന്നാണ് അറ്റാക്ക് വന്ന് മരിച്ചത്. നമ്മൾ ആരും തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ മരിക്കുമെന്ന്. ഇപ്പോൾ ചെറുപ്പക്കാരിലധികവും വരുന്നൊരു പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. ഇത് പ്രതീക്ഷിക്കാതെ വരുന്നതല്ല. ഇതിന് മുന്നറിയിപ്പുകൾ നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം തന്നെ നമുക്ക് തരും. പക്ഷെ നമ്മളത് ചെവിക്കൊള്ളാത്തതാണ് പ്രശ്നം. വളരെ ചെറിയൊരു ദൂരം നടക്കുമ്പോൾ തന്നെ വല്ലാതെ അണയ്ക്കുകയും അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിരിപ്പ് ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവെ ഇതിനെ അവോയ്ഡ് ചെയ്യും. പക്ഷെ അങ്ങനെ അവോയ്ഡ് ചെയ്ത് അവിടെയാണ് പ്രശ്നം. നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും രോഗസാധ്യതകളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും. അത് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാതിരുന്നു കഴിഞ്ഞാൽ അതുമൂലമുള്ള അപകട സാധ്യതകൾ വളരെയധികം കൂടും. അപ്പോൾ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് വരുന്നൊരു പ്രധാന പ്രശ്നം. പിന്നൊരു തെറ്റിദ്ധാരണയാണ് മെലിഞ്ഞിരിക്കുന്നവർക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റുകളും ചെക്കപ്പുകളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗസാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് വളരെ വേഗം തന്നെ ഈസി ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും.